ചെറിയൊക്കെ തോത്തി തിന്നിട്ട് വാസം ചെയ്യിക്കണം. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കാത്ത ഫ്രഷ് ക്രീം അടി എന്താ ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എന്തൊരു ഗായ്സിന് ഞമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിങ്ങനെ മറ്റേ കൊറേ ആയി ഞമ്മളില്ലേ പാസ്ത ഉണ്ടാക്കണം. ഞാൻ പൊതുവെ ഇത് തിന്നലില്ല, മറ്റേ മക്രോണിയും കാര്യമൊക്കെ നോക്കുമ്പോ ഇഷ്ടമല്ല. അപ്പൊ നമ്മളിത് മറ്റേ പാസ്ത വാങ്ങിയേക്കണേ, ഫ്രഷ് ക്രീമും വാങ്ങിയേക്കണേ, മറ്റെന്തേലും വലിയ സാധനം ചീസും ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഉണ്ടാക്കണ അറിയില്ല. അപ്പൊ ഈ മുക്കിലാരും കാണാതെ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തൊക്കെ 500 രൂപ കജ്ജിലുണ്ട്. അപ്പൊ 2 ഉണ്ണിയപ്പം എടുത്തു. അപ്പൊ കൊടുത്തപ്പോ അവിടെ തന്നെ വെച്ചു. കയ്യില് ബില്ല് ഒതുങ്ങൂല. ഓല് പിന്നെ 40 രൂപയൊക്കെ തിന്നിക്കണ സാധനം. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പെരി പോയി ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. അത് നമ്മള് ഇത് 2 എടുത്തേക്കണ ചീസ് എടുക്കാം. ചോദിച്ചിട്ട് എടുക്ക്, ഏതാണ് ചോദിച്ചോക്ക്. ചീസ് വലിയണത് മൊസല്ല ചീസ് ഇല്ലേ? വലിയ ചീസ് ഏതാ? മതി. സാധാ ചീസാ? അത് വലിയ അത് അലിഞ്ഞു പോയാലേ വെറുതെ ഇങ്ങനെ തിന്നാന്നുള്ളൂ കേട്ടോ. ചീസിന്റെ കൂടുതലും ആണ്. എത്ര എണ്ണം ഉണ്ട് വണ്ടിമേ? പോണ്ട. അപ്പൊ ഈ 500 രൂപ അവിടെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്കാ കുടുംബസമേതം ഒന്നും 10ന്റെ പൈസ വേണ്ട. ഒരു വിധം കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ പണിയാട്ടത്. ഒക്കത്തിന് വാങ്ങി ഇഞ്ഞും വേണം. കുട്ടികളെ പുത്തക്കാരുടെ മാതിരി അങ്ങാടിന്ന് തല്ലിയ എന്നെ പോലീസ് കൊണ്ടുപോകും. ഞങ്ങൾക്ക് പെരിഞ്ഞ് നിന്നാ പോവാ. പെരിയിൽ പോയി ചോറ് വണ്ടി വെച്ചിക്കണ കോട്ട വെയിലത്ത് എങ്ങനെ കേറുക? ഉണ്ടല്ലോ സാറിനെ കുറച്ച് തണലത്ത് കൊണ്ടേക്കുന്നിട്ട് കേറുന്നുള്ളു ഞങ്ങള്. എടിയാ തണലത്ത് നിർത്തിയാ മതി. ഇജ്ജ് അങ്ങോട്ട് തിരിച്ച് വെയിലത്ത് നടക്കു കുട്ടിയേ. അടി എന്റെ കുട്ടി പിന്നെ കുറിച്ചോ അങ്ങനെയല്ലേ മറ്റേ പെരും വെയിലാ, നല്ല വെയിലാണ്. വണ്ടി 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 ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് കൊറേ തിന്നിക്കണു. ഇനിയും തിന്നെ ഒക്കെ ഓളാ കഴിച്ചിക്കണു. മകന്റെ പ്ലേറ്റിലോക്ക്. അപ്പൊ നമ്മളിന്ന് എന്തിനാ വന്നേ? പാസ്ത വീഡിയോ അന്നേ അതിനല്ല വന്നേ. വെറുതെ പെരിയിലല്ലാത്തപ്പോ പോണം. അപ്പൊ പാസ്ത വീഡിയോ എടുക്കാൻ വന്നാട്ടോ. ഒഴിവുള്ള ദിവസം ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ പാസ്തക്കില് വെള്ളം അടുപ്പത്ത് വെച്ചേക്കണ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. വെളുത്തുള്ളി ആണോ, സവോള കുറച്ച് അരിയാണോ, തക്കാളി അയലക്കത്തൊക്കെ തരുന്നില്ല. അപ്പൊ അവിടെ ഇവിടെ ഇല്ല. അത് നമ്മള് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത ആയിക്ക് ഇടുക. അതിന്റെ ഇടയിൽ പൈച്ചുണ്ട്. പാസ്ത ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കിക്കണേ ഉണ്ണിയപ്പം ചായയും കുടിച്ച. ഇത്ര വെള്ളം മതിയാവോ? ഊറ്റണം. അതിന്റെ വെള്ളം കെട്ടിക്കട്ടെ. നല്ല രസമുണ്ട് വെള്ളം. അമ്മ അവിടെ തിരുമ്പല്ല. അതെന്താ ചെമ്പടി ചൂട് അടുപ്പത്തുനിന്ന് എടുത്ത് വെച്ചേക്ക. നമ്മളെ ഇങ്ങനെ ഒരു ഐറ്റംസ് മസ്ക ബണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി വെക്കണം. തിന്നിട്ടില്ല കേട്ടോ. അതൊക്കെ കാണാം യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തരും കാണാം. പിന്നെ മൊജില്ല സീസ വേണ്ടി, പക്ഷെ ഇല്ല, കയ്യിലില്ല. പിന്നെ പൂതി വെച്ച സ്ഥിതിക്ക് പിന്നെ കൊണ്ടൊന്നും പോകും. ഞാൻ കുടിച്ചോക്കട്ടെ വെള്ളം. മറ്റേ അപ്പൊ കളിച്ചത്
വെളുത്തുള്ളി കുറച്ച് അരിയട്ടെ. അല്ല പിന്നെ അങ്ങനെ ഒന്നല്ലേ പിന്നെയുണ്ടോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആരും തരൂല. കുറച്ചരി വെളുത്തുള്ളി ഇംഗ്ലീഷാരൊക്കെ ചോയ കിട്ടും. ഒരു ചെറിയ സവോളി കുരുപ്പിനാ അരിയ. വറ്റൽമുളകാണ് അതില് മെയിന്. കുരുമുളക് തോനടാ എന്തായാലും ഇരട്ടിയ പോലെ. ഇഞ്ചോടി ഉണ്ടടി മുളക്. വറ്റൽമുളക് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ തീരുമാനിച്ചിട്ടില്ലേ. പിന്നെ പോയിട്ടാലൊരു സിറ്റുവേഷൻ ആക്കില്ല. നമുക്ക് പോകുമ്പോ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കാണ്ട് എന്തൊക്കെ ഇപ്പൊ കാട്ടാ. ആനന്ദുനിയാ പുള്ളത്തും വേണം ഒക്കെ നടക്കും വേണം നന്നത്തപ്പൊ കാട്ടും. അതാണ് 3 മധുരണ്ടല്ലോ. ചിക്കൻ ഉണ്ടോ ബാക്കി കൈത്ത് അതിന്റെ 2 കണ്ടിറച്ചി എങ്ങനെയൊരു കഷ്ണല്ല അതുണ്ടാവല്ലേ എങ്ങനെ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. ആ ക്രീം അറിയുന്ന ഒരു മതിരിപ്പേക്കാരം. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഒപ്പല്ലോണ്ട് കത്തും. ചെറിയ പറയണ അതില് കത്തും. പള്ള കത്തും. കാരണം മുളകില്ല കുരുമുളകാണ്. ഫ്രഷ് ക്രീമിന്റെ മധുരം ചെറിയ എരിവ് അങ്ങനെ ഒക്കെപ്പാടെ തോന്നുന്നു. ചെറിയ ചൈന ചോയൊക്കെ ഫ്രൂട്ട്സൊക്കെ പാരുണ്ട്. അപ്പൊ ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫ്രഷ് ക്രീം വെക്കൂലേ. ഈ സാധനം ഇങ്ങനെയാണ് അവിടെ ഉണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് ഇപ്പൊ കാണാട്ടോ. അങ്ങോട്ട് പോക്കുണ്ട്. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കാത്ത ഫ്രഷ് ക്രീം അടി വെക്കുണ്ടാവും ആളെ. ഓൾക്ക് അങ്ങനെ വെക്കാത്ത എല്ലാം ഉണ്ടാവൂല. മറ്റേത് അറിയുന്നത് ഓല് വെക്കാത്ത കാര്യം ആണോ? ഓൾക്ക് അതിനായിട്ട് ഇവിടൊക്കെ വെക്ക് ന്യൂട്ടല് അങ്ങനത്തെ ഒക്കെ ഇപ്പൊ ജാമജമ്മ പോയാൽ അത് ഫ്രിഡ്ജിലാവും. ഐസ്ക്രീം ഉണ്ടാക്കാനും ഇത് ഒന്നാണെന്ന് വെച്ചറിയില്ല. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫ്രഷ് ക്രീമും ഈ ഫ്രഷ് ക്രീമും ഒന്നാണോ? അറിയില്ല. നമ്മക്ക് അങ്ങനെ അറിയില്ലല്ലോ. നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ കുനകുനകുനകുനരിയണം. വറ്റൽമുളക് ഒറ്റൊന്നും കിട്ടാല്ല. ഇവിടെ ആവുന്നില്ല. നമ്മളെ പച്ചമുളക് ഉണങ്ങിയതുണ്ടോ? അത് ഉണക്കിയാലേ ചട്ടിയിലിട്ട് വറുത്ത് അങ്ങനെ ആവൂല. ആവൂല. വെള്ളത്തേക്ക് നമ്മള് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഇനി തിളച്ചിട്ട് നമുക്ക് പാസ്ത ഇടാം. ഇവിടെ വെല്ലുള്ളി വെളുത്തുള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്. സായിപ്പന്മാര് ഞങ്ങൾ ആദ്യം കണ്ട. അപ്പൊ സായിപ്പന്മാര് സവോള ഇട്ടിങ്ങനെ. അപ്പൊ ഞങ്ങളത് വേണ്ടാന്ന്. അപ്പൊ ഇന്ത്യക്കാരും നോക്കിയാ പോലും അത് ഇട്ടിരുന്നു. അപ്പൊ എന്തായാലും ഇടണം നിർബന്ധം. അപ്പൊ ഇംഗ്ലീഷുകാരാണ് അത് ആദ്യം കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയൊന്നുമില്ല. നമ്മള് നോക്കിയത് പോലെതാണ് ഫസ്റ്റ്. നമ്മള് കണ്ട മലയാളികളും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഇനി പാസ്ത പൊട്ടിച്ചേക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഇരുന്നിട്ടില്ല. നിങ്ങൾ ആരും വന്നിട്ടൊരു ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. കടന്നിട്ടില്ല ഇരുന്നിട്ടില്ല. അമ്മ ഇപ്പൊ വരുന്നു. ആട്ടോ ഒന്ന് വേവ് കറക്റ്റാണ്. മേറാൻ പാടില്ല. പെട്ടെന്ന് വേഗം ഒന്ന് എക്കി നോക്കിട്ടേ റബ്ബർ മാതിരി വേവ് പെട്ടെന്ന് വേവ് കയറും. നമ്മള് മറ്റേ ഉണ്ടാക്കൂലേ എന്താ മക്രോണി. ചൈനോടൊന്നും വലിയ കമ്പല്ല. പക്ഷെ ഇതിങ്ങനെ ടിവിയില് കാണുമ്പോ വെള്ള കളറ് കുത്തി തിന്നാനോ? ഒക്കത്തിന് മാണ്ടി വരും. ഇനിയുണ്ടല്ലോ അവിടെ. കണ്ടോടി തിന്നാൻ തണുക്കുണ്ടാവൂല. അതുണ്ടല്ലോ അതിലക്കണ മൂടിയൊക്കെ വേഗട്ടെ. ഇവിടെ വെള്ളം കുറവായോണ്ട് ഇപ്പൊ തിരുമ്പണുള്ളൂ കേട്ടോ. ഉച്ചയല്ല ടൈം വൈകുന്നേരം ആയിക്കണ്. നിമ്മ തിരുമ്പണ കണ്ടിട്ട് ഉച്ചയാണ് വിചാരിച്ചെല്ലാരും. ഉണ്ണിയപ്പം കൊണ്ടുവന്ന ചായയിൽ മധുരം ഇട്ടാണ്. ഇറങ്ങിയിട്ട് മുന്നേ നമ്മള് ഇമ്മാക്ക് വേണ്ടിയിട്ട് അവിടെ മധുരടാത്ത ചായ എടുത്ത് മാറ്റി പോയി. എന്ത് തുണിയാളെ ഇടയിലിന്റെ വരലുണ്ട് അന്നിട്ടുണ്ടല്ലോ. കുറവലിന്റെ വരല തുടങ്ങി കുറച്ച് മുന്നേ തുണിയാണ് ചുറ്റിയില്. ഞാൻ കജ്ജന്റെ ഇട്ടിയില് തുണിയാളൊക്കെ കറങ്ങിയിട്ട് വന്നില്ലേ. അതിന്റെ നടുവൊക്കെ വരല് തുണിയാളിന്റെ ഇടയിലും കുടുങ്ങി. ഞാൻ ഉണ്ടായി. പിന്നെ ഞാൻ കജ്ജിടാൻ പോയിട്ട് അല്ല നല്ലതല്ല. നല്ലതല്ലേ നമുക്ക് ഒരാളല്ലേ. പിന്നെ ഞാൻ കജ്ജിട്ടിട്ടില്ലേ.
കിട്ടേണ്ടത് കിട്ടും. ചോക്കടിച്ചേ അതില് ഊറിട്ടത് ഇല്ല, ആകെ 2 സ്പൂൺ ഉണ്ടോക്കിയാ. ഞാൻ കുഞ്ഞല്ലേ ചായ അങ്ങനെ മധുരം നോക്കണ ഇഷ്ടമല്ല. നോക്കണ ഇഷ്ടല്ലാന്നോ? തിന്നുമ്പോ ഞാൻ തിന്നു. അതും കുറച്ച്. ഓളാണ് പാൽച്ച. ഞാൻ അന്നേ വരെ ഞാൻ പാൽ കുടിച്ചിട്ടില്ല. പള്ളിയിൽ ഉണ്ടാവുമ്പോ ചെറിയ പേടിച്ചിട്ട് പ്രസവം കഴിഞ്ഞ ഞാനൊക്കെ പാലിന്റെ ആളേന്. അവിടെ തറവാട്ടിലേ മമാന്റെ നമ്മളെ അവിടുത്തെ തറവാട്ട് പേരില് പശു ഉണ്ടായിന് പണ്ട്. ചങ്ങനെ തരും എല്ലാരും. നോക്കട്ടെ. ഞങ്ങള് ഉണ്ണിയപ്പം വാങ്ങും. ഉണ്ണിയപ്പത്തിനൊക്കെ ഭയങ്കര വില, 40 റുപ്യ. പിന്നെ ഞങ്ങൾ നോക്കിയത് ഇപ്പാക്കും വേണം. ഈ 2 എണ്ണീസ് എടുക്കാനുള്ളതില്ല, ഓരോന്ന് എടുത്താതി. ക്ലാസ് എടുക്ക്, മകള് പറഞ്ഞു വെച്ചേക്കണേ. ഇതോ ക്ലാസ് എടുക്ക്. ഓരോന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, എല്ലാവർക്കും വേണം. ഉണ്ണിയപ്പം നല്ല മധുരാ. ഉണ്ണിയപ്പം നല്ല മധുരാണ്. ഇത് ചക്കരയാണ്, അതുകൊണ്ട് തിന്നാന്ന് അറിയണം. പിന്നെ തിന്നതിന്റെ കാണാണ്ടാവില്ലേ ഇമ്മ ലെവലില്ലാതെ മാണ്ടാത്ത് കൊറേ മാങ്ങ എന്നിട്ട് നമ്മളിപ്പോ എന്തൊരു ചുട്ടിയാ നിർത്താൻ അറിയില്ല. ഉമ്മാരെ മധുരടാത്ത ചായ അവിടെ ഉണ്ട്. അങ്ങനെ തളക്കത്തെ എന്താ എന്താ അങ്ങക്കറിയില്ലേ പോകന്നെ പേരിന് അങ്ങനെ കുടിച്ചാക്കാണ്. ഇപ്പാക്കോ കുറച്ചതി ഇപ്പാക്ക് ക്ലാസ് കൊണ്ടേ കൊടുത്തോ. 2 ഉണ്ണിയപ്പം കൊടുത്തോ. ഇച്ച് 2 ഉണ്ണിയപ്പം കിട്ടിയ സമയത്ത് പൊട്ടെടുത്തോ. ആ സത്യങ്ങളൊക്കെ ഒഴിച്ചറി. ആദൂരും വേണം, ദിയാനും വേണം. ബിരിയാണി വേണ്ടാന്ന് വേണ്ടത് അച്ഛനെ. കുറച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് അപ്പൊക്കെ ഉണ്ടോ? എന്റെ പാട്ട് പൊട്ടിയായിരുന്നോ? എവിടെ നിന്നിട്ട് എന്റെ പൊട്ട് വേണ്ട പൊട്ടിയോ? എനിക്ക് തതി 2 എടുത്തൊന്നു. ആദൂരുണ്ട് എന്നാ ചൊന്നാ മതി. എന്നാ ഒരു പൊട്ട് ഞാൻ കറച്ചിന്റെ പൊട്ട്. അവനാണ്ടത് അവനാണ്ടല്ലേ ചോദിച്ചാ ആരും കൊണ്ടുവന്നിരുന്നു. എനിക്ക് വേണ്ടല്ലോ, നീ ചോദിച്ചെടുത്തു കേട്ടാ. എന്ത് വന്ന് എടുക്കണ്ട ആദൂന്. എന്നാ ഒന്ന് കടിച്ചു ഒന്ന് ആദൂനറി ഓക്കെ അല്ല പറ്റിട്ട് മാന്താൻ പുളിയാവരുത്. പാവം ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ അല്ലേ. നമ്മളെ പാസ്ത ബന്ധുക്കണ് ചിക്കനില്ല. ചിക്കല്ല, ചിക്കന്റെ പാർട്സുകൾ മാത്രമേ ഉള്ളൂ, പറ്റൂല. ഇനി ഐസും കട്ടിയാണേനും ആവണമെങ്കിൽ വരും. അങ്ങോട്ട് ഊറ്റിയിടാ. ഞാൻ ഇടണോ? ചെമ്പട്ടി ഒന്നായിട്ടാണ് ചെരിച്ചാ മതി. ഇതിക്ക് ഇറക്കി വെക്ക്. കാണാൻ നല്ല രസമുണ്ട്. മേഘിന്റെ കയ്യിൽ സ്പ്രിങ് മോഡലില്ലേ നമ്മള് കണ്ടില്ല, അത് വാങ്ങിയിരിക്കണ കാണാൻ ചുരുക്കുണ്ടേനു. ഇതും രസമുണ്ടാവണേ. വെള്ളിയിലൊക്കെ വരുമ്പോഴേ രസമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാലോ. നല്ല വില ഉണ്ടല്ലോ. 100 ചില്ലാനുണ്ട് ഇതിന്. ഫ്രഷ് ക്രീമിന് 70 ചില്ലാനുള്ളൂ ഈ ചെറിയ ബോട്ടില്. ഒക്കെ പാൽ തരും അല്ലേ? ഒക്കെ പാലാ ഉപയോഗിച്ചിട്ടാ, പിന്നെ വെറുതെ കേടരും. ഇങ്ങനെ നമ്മളിത് കോരിട്ട് ഇത് ഊർന്നിട്ട് കാട്ടിത്തരാം അല്ലേ? എന്താ ഒരു വിറ്റുണ്ടായല്ലോ. അമ്മ എന്താ പറഞ്ഞേ? ഇമ്മത് നക്കിയിട്ട് പോയി തിന്നിട്ട് പോയി. അതില് എന്നോട് പറഞ്ഞേ, അതില് വനങ്ങള് നക്കി നക്കി തിന്നു. ലാസ്റ്റ് പറഞ്ഞ് നക്കി തിന്നണമെങ്കിൽ നക്കി തിന്നാൻ പറ്റിയ സാധനം ഒന്ന്. അപ്പൊ നമ്മള് ഓല് ഭക്ഷണം കൊടുക്കണേ ഞങ്ങളൊന്നും നോക്കിയില്ല. കാൽക്കാരായതുകൊണ്ട് മിൽമന്റെ കീഴിൽ ചക്കി പോകീന്ന്
ഇനി വെളുത്തുള്ളി ഇടുക ആദ്യം. ഒക്കെ ഒപ്പം ഇട്ടു. അങ്ങനെ ഉണ്ടോ? ഓരോന്ന് ഇടണം. വെളുത്തുള്ളി ഇടുക, ഒന്നുണ്ടായിട്ട് സവാള ഇടുക. ഇനി ഉണ്ടാക്കുമ്പോ ഫോൺ അടച്ചത് ഞങ്ങൾ എന്താവും കാത്തു കളഞ്ഞിട്ട് ഒറ്റ കാണാൻ പറ്റില്ല. ഉണ്ടാക്കാൻ അറിയാത്ത സാധനം ഉണ്ടാക്കുമ്പോ കുഴിയില്ല. വല്യപ്പ നീച്ചു. അയ്യോ അയ്യോ ടൗസർ പൊന്നുങ്ങട്ട് നീശിക്കുന്നോ 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 തങ്കപ്പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തേനി? നെക്സ്റ്റ് സ്റ്റെപ്പോ പാത്തട ഫ്രഷ് ക്രീം വെളിപ്പാന പൊടിച്ചിട്ട് ഒഴിക്കണില്ല കേട്ടോ. പൊട്ടി നീച്ചിട്ടേ ആടോടിയില്ലല്ലോ. പോകീന്നല്ലോ പഠിച്ചോനെ. ഈ ചട്ടിന്റെ പ്രത്യേകതയാണ് ഈ ഒരു സ്റ്റീൽ ചട്ടി. ആദ്യത്തെ കാര്യമൊക്കെ പോകയാണ്. തീ അല്ലാതെ ചൂടാകണ്ടേ? ആയിക്കോളെ ചട്ടി കാണൂലേ? ചട്ടി ആണുണ്ടോ? എന്റെ പല ഭാഗമാണ്. അതിന് നമ്മളെ കാര്യം കുഞ്ഞിക്കണുണ്ട്. ഇത് നേരം പാടണമെങ്കിൽ ഒന്നുകൂടി കൂട്ടതി കരിയാണതി. ഇനി പാപ്പണ്ണ എന്തായിക്കിട്ടെ അതിട്ടു. എന്നിട്ട് പാസ്ത ഇടുക. എന്നിട്ട് ചീസ് മേലെ ഇടുക. പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇതിലുണ്ടില്ലെങ്കിൽ പിന്നെ അപ്പട അത് മതിയുടെ. ഇത് ഉപ്പുണ്ട് ഇല്ല? ഉണ്ട്. ഞാൻ തിന്നപ്പോ ഉപ്പില്ല. അത് മതി. ഫ്രഷ് ക്രീം മതിരാണ്. അപ്പൊ ഇതും ഉണ്ടാവും. എന്തിനാ ഈ ചട്ടം ഇതൊക്കെ വരൂലേ? ചീസ് ഓപ്പണപ്പെടുമ്പോ ഓപ്പണൊക്കെ ഉണ്ടോ? വേണ്ടത് ഇത് വലിയില്ല. ഇത് നമ്മള് വാങ്ങിയല്ലോ. നമ്മള് വാങ്ങിയതല്ലേ ചീസ്? അത് ബട്ടർ, ഇത് ചീസ്. ഉള്ളി കരിയും കിട്ടാം. ഉള്ളിന്റെ ഓരോ സൈഡ് ശരിയല്ല. ഇട്ടൊട്ട ഭാഗം ശരിയല്ലോ ശരിയല്ലോ. നല്ല രസമുണ്ടല്ലേ? നിനക്ക് വെള്ളം പാർന്ന് ചോദിക്കണ്ടേ? ചോദിക്ക എന്തിനാ കൊടുക്കണം വെറുതെ? കുറച്ച് വെള്ളം പറഞ്ഞു. എന്താ സാധനം മധുരണ്ടോ? ഇല്ലടി. ഗൾഫ് തൊട്ടകുന്നേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതല്ല ഐസ്ക്രീം ഇടുന്ന ഫ്രഷ് ക്രീം അല്ലത്. ഇത് വേറെ എന്തോ ഒരു ക്രീമാണ് അല്ലേ? അതാ പുറത്ത് വെച്ചിട്ടുണ്ടേ. മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. നീക്ക് ചോദിച്ചിട്ടാ അത് ഇത് തിളച്ച്. ഞാൻ വിചാരിച്ചീനേടി ഇങ്ങനെ കാണുമ്പോഴേ ഈ ഫ്രഷ് ക്രീം ഒക്കെ ഇതിക്കിട്ട് ആകെ കോളാക്കൂലേ? അല്ലേ? ഐസ്ക്രീം ഐസ്ക്രീം അല്ല കേക്ക് മധുരം പോയതാണ്. മധുരമില്ല. ഉപ്പിട്. കൊറേ ഭാഗങ്ങളുണ്ടോ? പോർന്ന് പൂരണ്ട ഇവിടെ കുറച്ച് മതി കേട്ടോ. വാണെങ്കിൽ ഇനി നമ്മളത് ഇങ്ങനെ വെള്ളമൊന്നും പാടില്ല. വെള്ളമൊന്നുമില്ല.
എടാ ഇതോ അതെന്നാ എവിടെ എന്തേലും ഉണ്ടാക്കും തിന്ന് പോവാനേ ഉണ്ണിയപ്പാണ് തിന്ന് ചായ എങ്ങനെയാ ഇത് മുറിയായത് മേത്തക്ക് നിന്നിട്ട് പോയാൽ മതി നിന്നിട്ട് ചെറിയ ചെമ്പട്ടി പാരണോ തെങ്ങായി പാസ്ത ഉണ്ടാക്കട്ടെ ഉമ്മ ഞാൻ അതെന്തൊക്കെ സാധനമാണ് ഉള്ളി വെക്കാണ് ഉള്ളിയാണ് ഓയിലൊക്കെ ക്രീം മുങ്ങി കിടക്കാണ് ഞമ്മളിൽ മുങ്ങാൻ കുറച്ച് വെള്ളം പാല തേങ്ങാപ്പാലാണ് മൈദ എസാളല്ലേ കോൺഫ്ലോർ എന്താണ് എന്തോ കലക്കിപ്പാരുന്നത് ഈ ഫ്രഷ് ക്രീമിന് പകരം ചട്ടിയില്ല ഞാൻ മോചില്ല ചീസേ ഇതിന് മേലെ ഇങ്ങനെ വെക്കണം കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് കുഴപ്പമില്ല നമ്മള് കുരുമുളക് പൊടി ആഡ് ചെയ്യാട്ടോ നിങ്ങളോട് പറയാൻ മറന്നേ ക്രീമൊക്കെ അടിയിപ്പെട്ടിരിക്കണം തിളക്കണ്ട മറ്റേ ചില്ലി ഫ്ലേസ് ഇല്ലല്ലോ ആകെ ഒരു കുരുമുളകല്ലേ ആ ചീസ് വെച്ച മേലെ അത് ചടക്ക് കുരുമുളക് അടി കുറിച്ചടി ക്രീം മാത്രം ചെയ്തില്ല ചെമ്പട്ടി എടുക്കണോ അത് വെക്കുന്നിട്ട് നമുക്ക് ആയിട്ട് ആവി കേറിട്ടൊന്ന് അങ്ങനെ നമ്മള് ചീസ് ഇടാണ് കേട്ടോ പാക്കറ്റൊക്കെ കജ്ജുന്നു പോകും അവിടെ കൊണ്ടേക്ക് നമ്മളത് റെഡി ആയി കൊടുക്കുകയാണ് കുറച്ച് സ്പൂൺ നമ്മള് കട്ട വെച്ചിട്ടാണ് കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മളിത് തിന്നിട്ടില്ല ആ ചില്ലാറുണ്ട് അതല്ല കൊള്ളൂലേ ചില്ലിന്റെ മൂടി എവിടെ നമ്മളെ ചില്ലിന്റെ ഞാൻ വാങ്ങിയത് തരും മൂടി ആവി കയറിയതാവുള്ളൂ ഉമ്മ ഒരു മൂടി തരുമോ ഏതെങ്കിലും മൂടി എടുത്തടാ ഇമ്മ നമുക്ക് ചില്ലിന്റെ ഒരു മൂടിയില്ലേ പൊട്ടിയോ ഓഫാക്കല്ലേ അടിയേ ഒന്ന് അടിയൊക്കെ പറ്റും മൂടിന്റെ നമുക്ക് ഇവിടെ എന്തോടെ കാണിയാള് കൊറേ ഉണ്ടാവും നമ്മള് അത് ആയിട്ടില്ല അതിന്റെ അടിയില് ചീസൊക്കെ പാടെ ഉണ്ടാകുന്നത് അപ്പൊ നമ്മളെ പിസ്തന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ചില്ലും കൂട്ടിലായതുകൊണ്ടാ തോന്നുന്നുണ്ട്. മറ്റേ മുളക് കിട്ടിയില്ല, ഉണക്കമുളക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കട്ടെ. ഇവിടെ മൊത്തം വൃത്തിയാക്കി സാധനം കാര്യമൊക്കെ കേക്കിക്കട്ടെ. നമ്മൾ പാത്രവും കാര്യമൊക്കെ മാറ്റി
ടേസ്റ്റ് വലിയ രസമൊന്നുമില്ല, വല്ല പറ്റിയിട്ടില്ല കേട്ടോ. ആ പാത്രത്തിൽ നിന്ന് പേക്ക് മാറ്റി ഓലൊക്കെ എല്ലാവർക്കും പ്ലേറ്റിലിട്ട് തിന്നാൻ കൊടുക്കാം. അങ്ങനെ നമ്മളെ സാധനം കാര്യമൊക്കെ റെഡി ആയി. നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കലുണ്ട് കേട്ടോ. ഓനൊന്നും വേണ്ട, മടി രസമൊന്നുമില്ല, കുറച്ച് വേണ്ട. 1 2 ബാക്കിയൊക്കെ കേട്ടോ. നമ്മളിപ്പോ ബാക്കിയുള്ളത് മൂടിയൊക്കെ ഇട്ടെ. നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ സ്പൂണും കാര്യമൊക്കെ ഇട്ട് ഇവിടുത്തെ വിരിയുമ്പോ തിരുമ്പാടത്ത് കേട്ടോ. അതാണ് ഇവിടെ നല്ല ഫോട്ടും കാര്യമൊക്കെ എടുത്ത് കഴുകി സോപ്പും കാര്യമൊക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. 1 2 3 1 സ്പൂണ് ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. വെറുതെയാണ്, രസമൊന്നുമില്ല. ഇമ്മ റെഡിയല്ലേ? ഇമ്മാക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ. നമ്മള് ഫസ്റ്റ് നമ്മള് ഇവിടെ തന്നെ ഉണ്ട്. നോക്കി സീന സാധനം മാളെ, എന്താ ടേസ്റ്റ് എന്നറിയോ? നമ്മള് വിചാരിച്ചാതിരി ഇല്ല. ഉണ്ട് കഴിക്കും. ആ ഞാനൊന്ന് സെറ്റല്ലേ? സീനല്ലേ? രസല്ല. വരും പുളിയൊന്നുമില്ല. പറഞ്ഞില്ലേ ചീസ് മാറിന്റെ ചോയാണ്. അല്ലെങ്കിൽ ചീസാ വേണ്ടിയത്. ആ വലിയ നല്ലുള്ളൂ ഉണ്ടോ? അവിടെ തിന്നുണ്ട്. ആദൂനെ ഞാൻ തിന്നൂലെന്ന് വിചാരിച്ചു. അതാ ആദൂനെ കാട്ടിയപ്പോ കാര്യണ്ട് പോയി. പക്ഷെ നമുക്ക് നല്ല മയക്കാറും കാര്യമൊക്കെ ഉണ്ട്. ആ അതല്ല ഇങ്ങോട്ട് വരും, പുറത്തിരുന്ന് തിന്നാ. എന്നിട്ട് സംഭവം നല്ല രസമുണ്ട്. ഉണ്ടോ? ഇവിടെ നോക്കാം മുറിക്കിലൊക്കെ ഇട്ട് ലാസ്റ്റ് അപ്പൊ നമുക്ക് ഭാഗം കൊടുക്കണ്ടല്ലേ? ചെറിയൊക്കെ തോത്തി തിന്നു കൃഷ്ണ വാസം ചെയ്യിക്കണം. കൂടിയോ? മാണെന്നോ? വലിയ രസമൊന്നുമില്ല. ഞങ്ങൾ കണ്ടിട്ടും അങ്ങനെ തിന്ന് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പറ്റും. ഇതേ സംഭവം രസമുണ്ടടി. എന്തെന്തി നടക്കുന്നത്? മടിയിലൊക്കെ പറഞ്ഞ പോലെ ആ സീരിയൽ ടോക്സ് ഒക്കെ ഓരോ സ്കൂളത്തെ കുട്ടിയാക്കി അല്ല ഓരോ കുട്ടിയാക്കും സ്കൂളിൽ കൊടുത്തേക്കണാണ്. സംഭവം നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചില ഇൻഗ്രീഡിയൻസിന്റെ കുഴപ്പമുള്ള, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഒരു മൈദ കട്ട വെള്ളത്തിലിട്ടത്. അതിന്റെ ഇടയിൽ എന്തോ ഒരു സോയ കുരുമുളക് കയറിയിട്ടൊന്നും കേട്ടോ. തിന്നു ഓന് കാണാൻ വെച്ച ഇവിടെ വാ, ഇവിടെ വാ, ബാ. ഞാൻ അതിനെ കണ്ടിട്ടൊന്നുമില്ല. നമ്മളപ്പുറത്തെ വലിയത്തെ കുട്ടി നിക്കണു. സ്പൂണ് മാറ്റണോ? ആ കുഴപ്പമൊന്നുമില്ല, നമ്മള് വെച്ചിരിക്കണേ. തിന്നോ? കൊണ്ടേക്കോ സ്പൂണുണ്ട്. എന്റെ ബാക്കിയല്ലോ സംഭവം രസമുണ്ട്. ഞമ്മളത് കൊറേ ഉണ്ട്. പാസ്ത ഫ്രഷ് ക്രീം 2 വേണം ഞമ്മളിക്ക്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെള്ളത്തിൽ ഇത് കഴിഞ്ഞല്ല അവിടെ ചെറുക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞോ? നമുക്ക് തിന്ന് കഴിഞ്ഞ് തൊള്ളിത്ത് കഴിഞ്ഞാ പിന്നെ അടുത്ത തിന്നാൻ തോന്നും. എനിക്ക് അങ്ങനെ കേട്ടോ. അല്ലേ? ടേസ്റ്റ് പൈസ മുട്ടി ആലോചിക്കുമ്പോ തിന്നാൻ അല്ല കേട്ടോ, അല്ല രസമല്ല. അതോ ഉഷാറല്ലേ? ടേസ്റ്റ് ഇല്ലേ? രസമുണ്ട്. എങ്ങനെയുണ്ട് പറയും? അടിപൊളിയാല്ലേ? ഇപ്പേ കാട്ടി പറഞ്ഞ 9 മണി 9 മണിയായോ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. പാസ്ത വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.